2025 ജൂൺ 20 മുതൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന 5 ടെസ്റ്റ് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ടീം ഇന്ത്യ തുടക്കം കുറിക്കുകയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരം ഒരു പുതിയ അധ്യായത്തിന് വഴിയൊരുക്കുകയാണ് ശരിക്കും. കാരണം ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനും ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനുമായി ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഈ പര്യടനം. 2007 ശേഷം ഇംഗ്ലീഷ് മണ്ണിൽ ആദ്യ ടെസ്റ്റ് പരമ്പര വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ 2021 നടന്ന പരമ്പര 2-2 എന്ന സമനിലയിലാണ് അവസാനിപ്പിച്ചത്. 2025 ടീം തലമുറ മാറ്റത്തിന് ഒരു പ്രധാന പ്രതിഫലനമാണ് ഇത്തവണ. മുൻ പര്യടനത്തിലെ നിരവധി പ്രമുഖർക്ക് ഇത്തവണ അവസരം ലഭിച്ചിട്ടില്ല. 2021 ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച കളിക്കാരുടെ പട്ടികയൊന്ന് നോക്കാം. നിലവിലെ ടീമിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒഴിവാക്കലുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയുമാണ്. ഇരുവരും ഇതിഹാസ ജോഡികളാണ്. ഇവർക്കൊപ്പം പേസ് കുന്തമുന മുഹമ്മദ് ഷമി, മധ്യനിര ബാറ്റ്സ്മാൻ ശ്രേയസ് അയ്യർ എന്നിവരെയും 2025 ഇംഗ്ലണ്ട് പര്യടനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കളിക്കാർ ഇന്ത്യയുടെ 2021 സീസണിൽ നിർണായക പങ്ക് വഹിച്ച താരങ്ങളാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ മായാത്ത മുദ്ര പതിപ്പിച്ച താരങ്ങൾ കൂടിയാണ്. 2021 ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഇടം നേടിയെങ്കിലും 2025 വരുമ്പോൾ ടീമിൽ നിന്നും പുറത്തായ ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക ഒന്ന് നോക്കാം. വിരാട് കോഹ്ലി അന്ന് 2021 ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ആയിരുന്നു. രോഹിത് ശർമ്മ, മുഹമ്മദ് ഷമി, ശ്രേയസ് അയ്യർ, അജിങ്ക്യ രഹാനെ, ചേതേശ്വർ പുജാര, ഉമേഷ് യാദവ്, ഇശാന്ത് ശർമ്മ, ഹനുമ വിഹാരി, വൃദ്ധിമാൻ സാഹ, രവിചന്ദ്രൻ അശ്വിൻ. ഈ കളിക്കാരിൽ ഓരോരുത്തരും ഗണ്യമായ സംഭാവന ടീമിന് നൽകിയിരുന്നു. കോഹ്ലി തന്റെ ഇന്നിംഗ്സിൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന റൺ സ്കോറർ ആയിരുന്നു രോഹിത് ശർമ്മ. ഓവലിൽ ഒരു നിർണായക സെഞ്ചുറി ഉൾപ്പെടെ 368 റൺസാണ് നേടിയത്. മുഹമ്മദ് ഷമി പന്തിൽ നിർണായക മുന്നേറ്റങ്ങൾ നടത്തിയപ്പോൾ അജിങ്ക്യ രഹാനെയും ചേതേശ്വർ പുജാരയും മധ്യനിരയിൽ സ്ഥിരത നൽകിയിരുന്നു. ഉമേഷ് യാദവും ഇശാന്ത് ശർമ്മയും ശക്തമായ പേസ് അറ്റാക്കിങ്ങിന്റെ ഭാഗമായിരുന്നു. രവിചന്ദ്രൻ അശ്വിൻ വേണ്ടത്ര ഉപയോഗിക്കപ്പെട്ടില്ലെങ്കിലും ശക്തമായി തന്നെ മത്സരത്തിൽ മികച്ചു നിന്നിരുന്നു. ഇംഗ്ലണ്ടിൽ ഒരു പുതിയ അധ്യായം രചിക്കാനാണ് സെലക്ടർമാർ ഇപ്പോൾ ഒരു യുവസംഘത്തെ അയക്കുന്നത്. അതിൽ അവർ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.